പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആവേ മരിയ. പ്രിയപ്പെട്ടവരെ, കേരള സഭയെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ ആഗോള ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളവും അനുഗ്രഹത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും 31 ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ കൃപാവരത്താൽ ഈ 31 ദിവസങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, സഭയോട് ചേർന്ന് നമ്മൾ ജപമാല ചൊല്ലി നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് തിരുസഭയെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണിത്. ഈ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങൾ കൂടുതൽ കൃപയുള്ളതായി തീരാൻ, ഈ ദിവസങ്ങൾ സഭയും കുടുംബങ്ങളും കൂടുതൽ അഭിഷേകവും കൃപയും സ്വീകരിക്കുന്നതിന് വേണ്ടി അമ്മയോട് ചേർന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കരങ്ങളൊക്കെ കൂപ്പി പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ 31 ദിവസങ്ങൾ നടത്തപ്പെടുന്ന ഈ ഹോളി വെപ്പൺ എന്ന ഈ ശുശ്രൂഷയെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. ഈ ശുശ്രൂഷയിൽ ഈ 31 ദിവസങ്ങൾ സംബന്ധിക്കുന്ന എല്ലാവരെയും, കുടുംബങ്ങളെയും സഭയെയും പൂർണ്ണമായിട്ടും വലിയ ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെടുന്നതിന് വേണ്ടി അമ്മയോട് ചേർന്ന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. കരങ്ങളൊക്കെ കൂപ്പിപ്പിടിച്ച് അമ്മയോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ, അമ്മേ മാതാവേ, ചെല്ലുന്നു ജപമാല വഴിയാ, കൃപയൊഴുക്കണമേ അമ്മേ. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ, ചൊല്ലുന്നു ജപമാല വഴിയാ, അഭിഷേകത്തിന്റെ ദിവസങ്ങളാക്കി മാറ്റണമേ. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ നീ ഞാനുമിരിപ്പൂ, അമ്മേ മാതാവേ, കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ നീ ഞാനുമിരിപ്പൂ. എന്തു നല്ലമ്മ അമ്മയെ സ്നേഹിച്ച് അമ്മ, അമ്മയിലൂടെ കൃപയൊഴുകട്ടെ. ഈശോയ്ക്കും ഒരേ അമ്മ, എന്തു നല്ലമ്മ എന്നോടേ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. കരങ്ങൾ യാചനയോടെ പിടിച്ചുകൊണ്ട് അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക്, പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും, പ്രത്യേകിച്ച് തിരുസഭയെയും സഭയിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും സഭാമക്കളേവരെയും സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യ ഈശോയെ നമ്മുടെ അരികിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്ന നിമിഷം എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസ്ഹാക്കിനിടയനെ ആരാധന, ഇസ്രായേലിൻ രാജനെ ആരാധന,
എല്ലാവരും ചേർന്ന് ആരാധിച്ച് ആരാധന 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 കരങ്ങൾ വീശി പാടാം, കരങ്ങൾ വീശി. ആരാധന 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 ഈശോയേ വരണമേ. അമ്മയോട് ചേർന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയേ അമ്മയോട് ചേർന്ന് ഈശോയെ വിളിക്കുന്നു. വരണമേ. അഭിഷേകം ചെയ്യണമേ, ഈശോയേ കൃപയൊഴുക്കണം ഈശോയെ. വരണമേ. അമ്മയിലൂടെ ദിവസങ്ങൾ അഭിഷേകം ഒഴുക്കണമേ, കൃപയൊഴുക്കണം ഈശോയെ. വരണമേ. സഭയെ തൊടണം ഈശോയെ, ഈശോയേ കൃപയാൽ സഭയെ നിറയ്ക്കണം ഈശോയെ. ഈശോയേ അമ്മേ മാതാവേ, ഈശോയേ അമ്മയോട് ചേർന്ന് ഞങ്ങൾ ഈശോയെ വിളിക്കുന്നു. വരണമേ. എല്ലാവരും ചേർന്ന് ഈശോയേ വരണമേ. ഈശോ, ഈശോയേ വരണമേ. ഒറ്റവിളി യേശുവേ. ഉച്ചത്തിൽ കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. എല്ലാവരും ചേർന്ന് വിളിക്കുന്നു. ഞങ്ങളുടെ ഇടയിലേക്ക് വരണമേ ഈശോയെ, ഞങ്ങളെ തൊടണമേ ഈശോയെ. തിരുസഭയെ അഭിഷേകത്താൽ നിറയ്ക്കണമേ, തിരുസഭയെ ശക്തിപ്പെടുത്തണമേ, സഭയെ സംരക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഭക്തിയോടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയിലൂടെ തിരുസഭയെയും ഞങ്ങളെയും അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ജപമാല കരങ്ങളിൽ എടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് തിരുസഭയെയും നമ്മെ ഓരോരുത്തരെയും ഈശോയുടെ തിരുമുൻപിൽ സമർപ്പിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസം നമുക്ക് ഉച്ചത്തിൽ പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു, പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുകുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുകുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ,
ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖത്തിൻ്റെ ദിവ്യരഹസ്യങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ ദിവ്യരഹസ്യങ്ങളിലൂടെ കൃപയും അഭിഷേകവും തിരുസഭ മുഴുവനിലേക്കും ഒഴുകിയിറങ്ങുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നാം രഹസ്യത്തിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോര വീർത്തു എന്നതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ കത്തോലിക്ക സഭയെ പൂർണ്ണമായിട്ടും അമ്മ വഴി ദിവ്യകാരുണ്യം ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് സഭയുടെ തലവനായ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും സഭയിലെല്ലാ കർദിനാൾമാരെയും മെത്രാന്മാരെയും മെത്രാപ്പോലീത്തമാരെയും എല്ലാ വൈദികരെയും ഈശോയുടെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടെ ഈ രഹസ്യം കാഴ്ചവെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ടാം ദിവ്യരഹസ്യത്തിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ പീലാത്തോസിൻ്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്നതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ പ്രത്യേകമായി കേരള ക്രൈസ്തവ സഭയെ
പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. സഭയിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയാൽ എല്ലാ പ്രതിസന്ധികളെയും നേരിടുന്നുള്ള കൃപ കേരള സഭയ്ക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങൾ രക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഓ എൻ്റെ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ രഹസ്യത്തിന്റെ അഭിഷേകം മുഴുവനും കേരള സഭയിൽ നിറയുന്നതിന് വേണ്ടി കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മൂന്നാമത്തെ രഹസ്യത്തിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ പടയാളികൾ മുൾമുടി ധരിപ്പിച്ചു എന്നതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ എല്ലാ സഭാവിരുദ്ധ പ്രവർത്തനങ്ങളെയും അമ്മ വഴി ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. സഭാവിരുദ്ധത അവസാനിക്കുവാനും സഭാവിരുദ്ധ പ്രവർത്തനങ്ങളെയും പ്രസ്ഥാനങ്ങളും അതിലൂടെ പ്രവർത്തിക്കുന്നവർക്ക് മാനസാന്തരമുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച് ഈ രഹസ്യം കാഴ്ചവെച്ച് അപേക്ഷിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ രഹസ്യത്തിൻ്റെ അഭിഷേകത്താൽ വിരുദ്ധ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നതിന് വേണ്ടി കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് നമുക്ക് ഭക്തിയോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാലാമത്തെ രഹസ്യത്തിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുത്തോളിന്മേൽ ഭാരമേറെ കുരിശുമരം ചുമത്തപ്പെട്ടു എന്ന് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും നമ്മുടെ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും അമ്മ വഴി ദിവ്യകാരുണ്യയുടെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ രഹസ്യത്തിന്റെ അഭിഷേകത്താൽ നാമും നമ്മുടെ കുടുംബാംഗങ്ങളും നിറയപ്പെടുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അഞ്ചാമത്തെ രഹസ്യത്തിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ പരിശുദ്ധ അമ്മയുടെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശന്മേൽ തറയ്ക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുമ്പോൾ ഈ ഹോളി വെപ്പൺ ശുശ്രൂഷയെയും ഈ 31 ദിവസങ്ങളിൽ വിവിധ തരത്തിൽ ശുശ്രൂഷകൾ നയിക്കുന്ന എല്ലാ ശുശ്രൂഷകരെയും അതുപോലെ തന്നെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെടുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ രഹസ്യത്തിന്റെ അഭിഷേകം ഈ 31 ദിവസങ്ങൾ ഈ ശുശ്രൂഷയിലൂടെ ഒഴുകിയിറങ്ങുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, സ്ലീഹന്മാരായ മാർ പത്രോസേ, മാർ പൗലോസേ, മാർ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർ തോമ, ഞങ്ങൾ ഏറ്റവും പാപികളായിരിക്കുന്നു എങ്കിലും ഞങ്ങൾ സമർപ്പിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ മാതാവിൻ്റെ തൃപ്പാദത്തെങ്കിൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ കൂപ്പി അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കാം. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിലൂടെ വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ്യം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണയുന്നു. നിലവെച്ച് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടിരണമേ. ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം നമ്മളിലേക്ക് നിറയുന്നതിന് വേണ്ടി ഈ ശുശ്രൂഷയിലൂടെ സഭ മുഴുവനിലേക്കും ലോകം മുഴുവനിലേക്കും എല്ലാ കുടുംബങ്ങളിലേക്കും വ്യാപരിക്കുന്നതിന് വേണ്ടി അമ്മയോട് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകവും നിറവും നമ്മൾക്കുണ്ടാകുന്നതിന് വേണ്ടി ഈ ശുശ്രൂഷയിലുടനീളം ആത്മാവിന്റെ അഭിഷേകത്താൽ നമ്മൾ നിറയപ്പെടുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് ശക്തിയോടെ കരങ്ങളടിച്ച് ചേർന്ന് പാടാം. ഈശോയെ, ആത്മാവിനാൽ നിറയ്ക്കണമേ, ആത്മാവിന്റെ ശക്തി അയക്കണമേ. ഈശോ, ആരാധന. ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ നന്ദി. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ശക്തിയോടെ കരങ്ങളടിച്ച് അഭിഷേകം വ്യാപരിക്കട്ടെ, കൃപയൊഴുകട്ടെ, എല്ലാ തടസ്സങ്ങളും വിട്ട് മാറട്ടെ. ഈ ശുശ്രൂഷയിലൂടെ അഭിഷേകം ഇതിൽ സംബന്ധിക്കുന്ന മക്കളിലേക്ക് ഒഴുകുന്നതിന് പരിശുദ്ധ അമ്മയിലൂടെ സകലരും അനുഗ്രഹിക്കപ്പെടുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ അന്ധകാരത്തിന്റെ ശക്തികളും നിർവീര്യമായി തീരട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു
നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഒറ്റ വിളി ആത്മാവേ, പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമായി ആഗതനാകണമേ. ജോർദാൻ നദിയിലങ്ങ് പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമായി ആഗതനാകണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിനുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിനുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ ഹോളി വെപ്പൺ ശുശ്രൂഷയെയും ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ച്, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലൂടെയും ആരാധനയിലൂടെയും വലിയ കൃപ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ശാന്തമായിട്ട് സന്തോഷത്തോടെ ഇരുന്ന് തിരുവചനം ശ്രവിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ,
ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായ ഒരു ശുശ്രൂഷയാണ് ഇന്നു മുതൽ ഷെക്കീന ടി വിയിൽ ആരംഭിച്ച് ഈ 31 ദിവസങ്ങൾ നടത്തപ്പെടുക. കാരണം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപകൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കൂടുതലായിട്ട് ഒഴുകുന്നത്. പ്രത്യേകിച്ച് ഈ ഒക്ടോബർ മാസം മുഴുവനും ജപമാല മാസമായിട്ട് കൊണ്ടാടി കൂടുതൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു മാസമാണ്. ഈ ഒരു മാസം മുഴുവനും ഈ ജപമാലയുടെ ആവശ്യകതയെക്കുറിച്ചും ഈ ജപമാല ഭക്തിയിലൂടെ നമ്മുടെ ജീവിതങ്ങളിലേക്കും തിരുസഭ മുഴുവനിലേക്കും ഒഴുകുന്ന കൃപകളെക്കുറിച്ചുമൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ വലിയ അനുഗ്രഹമാണ്, വലിയ കൃപയാണ് ഈ ശുശ്രൂഷയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഈ 31 ദിവസങ്ങളും വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാഹും പ്രവാചകൻ്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: വിനാശകൻ നിനക്കെതിരെ വരുന്നു, കോട്ടകളിൽ പ്രതിരോധം ഏർപ്പെടുത്തുക, വഴികളിൽ കാവൽ നിർത്തുക, സർവശക്തിയും സംഭരിക്കുക. വിനാശകൻ നിനക്കെതിരെ വരുന്നു, കോട്ടകളിൽ പ്രതിരോധം ഏർപ്പെടുത്തുക, വഴികളിൽ കാവൽ നിർത്തുക, സർവശക്തിയും സംഭരിക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ കോട്ടകൾക്ക് മുൻപിൽ നമ്മൾ ഓരോരുത്തരും ശക്തി തീർക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം. നമുക്കറിയാം, നമ്മുടെ സാമൂഹിക ജീവിതവും വ്യക്തി ജീവിതങ്ങളിലുമൊക്കെ ഒത്തിരിയേറെ മാറ്റങ്ങൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ജീവിതത്തിന് വലിയ സുരക്ഷയൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. കൊറോണ വൈറസ്, അതുപോലെ തന്നെ മറ്റ് ഭീതി പരത്തുന്ന പല കാര്യങ്ങളും നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിൻ്റെ നടുവിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോൾ പ്രവാചകൻ നമ്മോട് അരുളി ചെയ്യുകയാണ്, സർവശക്തിയും സംഭരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് സർവശക്തിയും ഒഴുകുന്ന കൃപയുടെ പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിന് മുൻപിൽ കോട്ടകൾ തീർക്കപ്പെടുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. നമ്മുടെ ഓരോരുത്തരുടെയും വഴികളിൽ സംരക്ഷണം നൽകുന്ന പ്രാർത്ഥനയാണ് ഈ ജപമാല പ്രാർത്ഥന. ഈ ജപമാല പ്രാർത്ഥന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ഒത്തിരിയേറെ പ്രാർത്ഥിക്കേണ്ട ഒരു മാസമാണ് ഈ ഒക്ടോബർ മാസം. ഈ ജപമാല പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തെ ഈ കാലഘട്ടത്തിൻ്റെ തകർച്ചകളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് കാത്തു സംരക്ഷിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കന്യകാമറിയത്തിൻ്റെ ജപമാല എന്ന തിരുവഴുത്തിലൂടെ അദ്ദേഹം ഇപ്രകാരം സഭാമക്കളെ ഉദ്ബോധിപ്പിക്കുകയാണ്: ചരിത്രപരമായ അനേകം സാഹചര്യങ്ങൾ കൊന്ത നമസ്കാരത്തിൻ്റെ പുനരുജ്ജീവനം തികച്ചും സമകാലിക പ്രസക്തിയുള്ളതാക്കുന്നു. 2001 സെപ്റ്റംബർ 11 ഭയാനകമായ ആക്രമണത്തോടെ തുടങ്ങുന്ന ഒരു സഹസ്രാബ്ദമാണിത്. ലോകത്തിൻ്റെ അനേകം സ്ഥലങ്ങളിൽ രക്തച്ചൊരിച്ചിലിൻ്റെയും ആക്രമണങ്ങളുടെയും പുതിയ രംഗങ്ങൾക്ക് ഓരോ ദിവസവും സാക്ഷ്യം വഹിക്കുന്നു. ഈ സഹസ്രാബ്ദത്തിൽ കൊന്ത നമസ്കാരം വീണ്ടും കണ്ടെത്തുക എന്നത് പ്രധാനമാണ്. കാലഘട്ടത്തിൻ്റെ ഈ വിനാശകരമായ വിഷമസന്ധിയുടെ വിനാശകരമായ ഫലങ്ങളെ ചെറുക്കാൻ കാര്യക്ഷമമായ മാർഗമായിരിക്കും കൊന്ത നമസ്കാരം. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ വ്യക്തമായിട്ട് ശക്തമായിട്ട് നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. ഈ കാലഘട്ടം നമ്മുടെ ജീവിതത്തിന് മുൻപിൽ വലിയ പ്രതിസന്ധി തീർക്കുന്നുണ്ട്. ഒത്തിരിയേറെ ആപത്തുകളും അപകടങ്ങളും സംഭവിക്കുന്നുണ്ട്. വിനാശകരമായ ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിന് മുൻപിൽ നടക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ കൊന്ത നമസ്കാരം വീണ്ടും പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളത് അത് ശക്തമായ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നാണ് അദ്ദേഹം പഠിപ്പിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരാണ്.
ഒത്തിരിയേറെ ജപമാലകൾ ചൊല്ലുന്ന. പക്ഷേ ഈ ഒക്ടോബർ മാസത്തിൽ പ്രത്യേകമായിട്ട് ജപമാലയോട് വലിയൊരു ആഗ്രഹം, ഒരു അഭിവാഞ്ച നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം. ഇതുവരെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്നത് പോലെ ആയിരിക്കരുത് ഇനിയുള്ള നാളുകളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത്. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് വലിയ സംരക്ഷണമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിന് വലിയ സംരക്ഷണമില്ല ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ തിരുസഭ, നമുക്കറിയാം ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ സഭ കടന്നു പോകുന്നുണ്ട്. സഭയെ തകർക്കുന്നതിന് വേണ്ട ദുഷ്ടശക്തികൾ ഒത്തിരിയേറെ സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അനുദിനം നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ സഭയെയും നമ്മളെ ഓരോരുത്തരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിന് വലിയ സംരക്ഷണമായി തീരുന്നതിന് വേണ്ടി ജപമാലയോട് വലിയൊരു അഭിവാഞ്ച നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കണം. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് നമ്മൾ ആരും പ്രിയപ്പെട്ട ദൈവമക്കളെ മറന്നു പോകരുത്. നമുക്കറിയാം 13-ാം നൂറ്റാണ്ടിലൊക്കെ സഭ വളരെയേറെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ജപമാല പ്രാർത്ഥന കൂടുതൽ ശക്തിയാർജിച്ച് കടന്നു വരുന്നത്. വിശുദ്ധ ഡൊമിനിക്കിനോട് ചേർന്നാണ് ജപമാലയുടെ ആരംഭത്തെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുന്നത്. 13-ാം നൂറ്റാണ്ടിൽ ദൈവമഹത്വത്തെയും മനുഷ്യ ശരീരത്തിൻ്റെ മാഹാത്മ്യത്തെയും ഒക്കെ മറികടക്കുന്ന, അല്ലെങ്കിൽ അതിനെ തിരസ്കരിച്ച് കളയുന്ന ആൽബിജസിയൻ പാഷണ്ഡത സമൂഹത്തിൽ രൂപപ്പെട്ടു വന്നു കഴിഞ്ഞപ്പോൾ അതിലേറെ മനം നൊന്ത വിശുദ്ധ ഡൊമിനിക്ക് വനാന്തരങ്ങളിലേക്ക് കടന്നു ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടെ പരിശുദ്ധ അമ്മ വിശുദ്ധ ഡൊമിനിക്കിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ജപമാല കൊടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നതും, തുടർന്ന് ജപമാല പ്രാർത്ഥനയുടെ ശക്തിയാൽ സഭയെ തകർക്കുവാനായിട്ട് കടന്നു വന്ന ഈ പാഷണ്ഡത തകർന്ന് തരിപ്പണമാകുന്നതും ചരിത്രത്തിൽ നമ്മൾ ഓരോരുത്തരും കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പാഷണ്ഡതയ്ക്കെതിരായിട്ട് പ്രസംഗിക്കുവാനായിട്ട് വിശുദ്ധ ഡൊമിനിക്ക് കടന്നു ചെല്ലുമ്പോൾ പലപ്പോഴും പറയുവാനായിട്ട് ഒന്നും കിട്ടാത്ത അവസ്ഥയുണ്ടാകും. അതുപോലെ തന്നെ പറയുമ്പോൾ പലപ്പോഴും അത് വചനത്തിന് വലിയ പ്രതികരണം ലഭിക്കാതിരിക്കുന്ന അവസ്ഥയുണ്ടാകും. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വിശുദ്ധ ഡൊമിനിക്ക് ചെയ്തത്, ഇദ്ദേഹം പ്രസംഗം നിർത്തിയിട്ട് നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന ചൊല്ലുകയാണ്. അത്രയും നേരം പ്രസംഗിച്ചതിന് ഇരട്ടി ഫലം ഈ നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലുമ്പോൾ ലഭിച്ചിരുന്നു എന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം ഈ നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്നവരിലേക്കും വലിയൊരു ഉണർവുണ്ടാകുന്നതിന് കാരണമായിട്ട് തീരുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുപോലെ ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപിൽ സഭയെയും സമൂഹത്തെയും ഒക്കെ തകർത്തുകൊണ്ടിരിക്കുന്ന വിധത്തിൽ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ നടുവിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോൾ ഈ സഭയ്ക്കെതിരെയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനെതിരെയും ഉയരുന്ന സർവ്വവിധ ശബ്ദങ്ങൾക്കും തിന്മയുടെ സ്വാധീനങ്ങൾക്കും എതിരായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരായുധമാണ് ജപമാല പ്രാർത്ഥന എന്ന് നമ്മൾ ആരും മറന്നു പോകരുത്. പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. 1569 നമ്മൾ ഇന്ന് കാണുന്ന വിധത്തിൽ ഈ ജപമാല പ്രാർത്ഥനാ രീതി 5-ാം പിയൂസ് മാർപ്പാപ്പ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നതും ഒക്ടോബർ മാസം മുഴുവനും ഈ ജപമാല പ്രാർത്ഥന മാസമായിട്ട് പ്രത്യേകമായിട്ട് കൊണ്ടാടുന്നത് എന്നും നമുക്കറിയാം. ജപമാലയിലൂടെ സഭയിൽ വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നതും ചരിത്രത്തിൽ നമ്മൾ ഓരോരുത്തരും കണ്ടുമുട്ടുന്നുണ്ട്. സഭയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരുന്ന പല പാഷണ്ഡതകളും പല അബദ്ധ സിദ്ധാന്തങ്ങളും ജപമാല പ്രാർത്ഥനയുടെ ശക്തിയാൽ തകർന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. 16-ാമത്തെ നൂറ്റാണ്ടിൽ തുർക്കികൾ യൂറോപ്പ് മുഴുവനും അന്ധവിശ്വാസത്തിൻ്റെയും അതുപോലെ തന്നെ അടിമത്തത്തിൻ്റെയും കീഴിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പരിശ്രമിച്ചപ്പോൾ, അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ പിയൂസ് 5-ാമൻ മാർപ്പാപ്പ
പ്രത്യേകമായിട്ട് ക്രൈസ്തവ രാജാക്കന്മാരോട് ശക്തിപ്പെടുത്തുകയാണ്. ഇവരെ ശക്തിപ്പെടുത്തി യുദ്ധത്തിന് അയച്ചു കഴിഞ്ഞപ്പോൾ, ഇവർ യുദ്ധത്തിന് പോയി കഴിയുമ്പോൾ ഇദ്ദേഹം ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ടാക്കി. പല സ്ഥലങ്ങളിൽ വിശ്വാസികളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ടാക്കി. അവിടെ ശക്തമായിട്ട് ഈ രാജാക്കന്മാർക്ക് വേണ്ടി, യുദ്ധം ചെയ്യുന്ന രാജാക്കന്മാർക്ക് വേണ്ടിയിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതിശക്തരായ ശത്രുക്കളെ പോലും ഈ രാജാക്കന്മാർ തോൽപ്പിച്ച് വിജയിച്ച് കടന്നു വരുന്നതാണ് പിന്നീട് കാണുന്നത്. ജപമാല പ്രാർത്ഥനയുടെ ശക്തി അത് ഏത് അന്ധകാര ശക്തികളുടെയും ശക്തിയെ തകർത്ത് കളയുന്ന ഒരു ശക്തിയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുക. സഭയെ തകർക്കുന്നതിന് വേണ്ടി കാലഘട്ടത്തിൽ കടന്നു വന്നിട്ടുള്ള സർവശക്തികളെയും ഈ ജപമാല പ്രാർത്ഥനയുടെ ശക്തിയാൽ തകർത്ത ഒരു പാരമ്പര്യമാണ് തിരുസഭയ്ക്കുള്ളത് എന്ന് നമ്മൾ ആരും മറന്നു പോകരുത്. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉർബൻ 4 മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നുണ്ട്: ജപമാല ക്രിസ്തുമതത്തിന് പുതിയ വരം നേടിക്കൊടുത്തുകൊണ്ടിരുന്നു. ജപമാല ക്രിസ്തുമതത്തിന് പുതിയ വരങ്ങൾ നേടിക്കൊടുത്തുകൊണ്ടിരുന്നു. സഭയിൽ പുതിയൊരു ഉണർവിന് കാരണമായി തീർന്നതും പുതിയ വരങ്ങളും കൃപകളും സഭയിലേക്ക് ഒഴുകുന്നതിന് കാരണമായി തീർന്നതും ജപമാല പ്രാർത്ഥനയുടെ ശക്തിയാലാണ് എന്ന് സഭാപിതാക്കന്മാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭയും സമൂഹവും കുടുംബങ്ങളും വ്യക്തികളുമെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ സഭയുടെയും കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും നിലനിൽപ്പിന് ഈ ജപമാല പ്രാർത്ഥന ആവേശത്തോടെ നമ്മൾ ഓരോരുത്തരും ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഉച്ചത്തി പറയാമോ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധ മാദ്രോപിയ പ്രകാരം പഠിപ്പിക്കുക, കാലഘട്ടത്തിൻ്റെ പ്രാർത്ഥനയും കാലഘട്ടത്തിൻ്റെ ആവശ്യവുമാണ് ജപമാല. കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ജപമാല. ഈ പരിശുദ്ധ ആയുധം നാം എടുത്തുപയോഗിക്കണമെന്ന് അദ്ദേഹം പഠിപ്പിക്കുക. കാലഘട്ടത്തിൻ്റെ ആവശ്യമായ ഈ പരിശുദ്ധ ജപമാലയാകുന്ന ആയുധത്തെ നമ്മൾ ഓരോരുത്തരും എടുത്ത് ഉപയോഗിക്കണം. ഇത് ആഭരണമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് നടക്കേണ്ട ഒന്നല്ല. ഇത് തിന്മയ്ക്കെതിരെയുള്ള ശക്തമായ ഒരായുധമാണ്, പരിശുദ്ധ ആയുധമാണ് ഈ ജപമാല എന്ന് പറയുന്നത്. ഈ ആയുധം നമ്മുടെ അനുദിന ജീവിതത്തിൽ എടുത്ത് തിന്മയ്ക്കെതിരെ ഉപയോഗിക്കുവാനായിട്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഈ ജപമാല പ്രാർത്ഥനയിലൂടെ ജീവിതത്തിന് വിജയം നേടിയെടുക്കുവാനായിട്ട്, സഭയ്ക്ക് വിജയം നേടിക്കൊടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഈ ഒക്ടോബർ മാസത്തിൽ ഈ ഹോളി വെപ്പൺ എന്ന ഈ ശുശ്രൂഷ നടത്തുമ്പോൾ ഈ ശുശ്രൂഷയിലൂടെ കൂടുതൽ കൃപ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകട്ടെ. ജപമാലയോടുള്ള ഒരു ഭക്തി നമ്മുടെ ഹൃദയങ്ങളിൽ കൂടുതൽ വർദ്ധിക്കുവാനായിട്ട് ഇടയാകട്ടെ. ഈ ജപമാല പ്രാർത്ഥന വഴി സഭയെ പിടിച്ചു നിർത്തുന്ന ശക്തികളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാം. നമ്മുടെ കുടുംബങ്ങളെ പിടിച്ചു നിർത്തുന്ന ശക്തികളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാം. വ്യക്തികളെ പിടിച്ചു നിർത്തുന്ന ശക്തികളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാം. സ്വരമുയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ജപമാല പ്രാർത്ഥന ഇത് വചനാധിഷ്ഠിത പ്രാർത്ഥനയാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പലപ്പോഴും ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? വചനം വായിച്ചാൽ പോരെ, അല്ലെങ്കിൽ മറ്റു പ്രാർത്ഥനകൾ നടത്തിയാൽ പോരെ, ബലിയർപ്പണത്തിൽ പങ്കെടുത്താൽ പോരെ, ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് പലപ്പോഴും കടന്നു വരാറുണ്ട്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമായത്. പ്രിയപ്പെട്ടവരെ, ജപമാല പ്രാർത്ഥന ഇത് വചനാധിഷ്ഠിത പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുക. സുവിശേഷത്തിൻ്റെ സാരസംഗ്രഹം എന്നാണ് 6 പൗലോസ് മാർപ്പാപ്പ ജപമാലയെ വിളിച്ചിരിക്കുന്നത്. സുവിശേഷത്തിൻ്റെ സാരസംഗ്രഹമാണ് ഈ ജപമാല പ്രാർത്ഥന എന്ന് നമ്മൾ ആരും മറന്നു പോകരുത്. രക്ഷാകര ചരിത്രം ആരംഭിക്കുന്നിടത്താണ് ജപമാലയും ആരംഭിക്കുന്നത്. രക്ഷാകര ചരിത്രം എവിടെ ആരംഭിക്കുന്നുവോ അവിടെയാണ് ജപമാല പ്രാർത്ഥനയും ആരംഭിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ജപമാല പ്രാർത്ഥന എന്ന് പറയുന്നത് അത് സുവിശേഷത്തിൻ്റെ സാരസംഗ്രഹമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മറന്നു പോകരുത്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വചനം തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള കാര്യം അത് വിശ്വാസത്തോടെ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ജപമാലയോടുള്ള ഭക്തി നമ്മുടെ ഹൃദയങ്ങളിൽ വളരട്ടെ. പ്രിയപ്പെട്ടവരെ, ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. നമുക്കറിയാം ദിവ്യരഹസ്യങ്ങളുടെ സാരസംഗ്രഹം എന്ന് പറയുന്നത്, അതിൻ്റെ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് ഈശോയാണ്. ഈ ജപമാല പ്രാർത്ഥനയുടെയും ശ്രദ്ധാകേന്ദ്രം ഈശോയാണ്. നമ്മൾ ജപമാലയിൽ 20 രഹസ്യങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൽ 18 രഹസ്യങ്ങളും ഈശോയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് പോകുക. 2 രഹസ്യങ്ങൾ ഈശോ പ്രവർത്തിച്ച അത്ഭുതവും അതുപോലെ തന്നെ ഈശോയുടെ അത്ഭുതങ്ങളുമാണ് നമ്മൾ കാണുന്നത്. ബാക്കി മുഴുവൻ എല്ലാ രഹസ്യങ്ങളും ഈശോയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോവുക. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവനും കടന്നു ചെല്ലുന്നത് ഈശോയിലേക്കാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയോട് ചേർന്നുള്ള ഒരു യാത്രയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ നടത്തുക. ഈശോയോട് ചേർന്നുള്ള ഒരു യാത്ര നമ്മുടെ ജീവിതത്തിൽ നടത്തണമെങ്കിൽ ജപമാല നമ്മുടെ കരങ്ങളിലെടുത്ത് അധരങ്ങളിൽ ജപമാല പ്രാർത്ഥന ഉയരുവാനായിട്ട് സാധിക്കണം. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയോട് ചേർന്നാണ് നമ്മൾ ഓരോരുത്തരും യാത്ര ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയെ നമ്മോട് ചേർത്ത് നിർത്തുന്നതിന്, ഈശോയെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഇല്ലായ്മകളിലും നമ്മുടെ ജീവിതയാത്രയിൽ ഉടനീളം ഈശോയെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തുന്നതിന് ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ്, ഏത് സമയവും നടത്താവുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. കാരണം ഈശോയോട് ചേർന്നുള്ള, ഈശോയെ ധ്യാനിച്ചുകൊണ്ടുള്ള, ഈശോയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ജപമാല പ്രാർത്ഥന. ജീവിതത്തിൽ ഈശോയോട് ചേർന്നുള്ള ഒരു ജീവിതത്തിന് ജപമാല പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ് എന്ന് നമ്മൾ ആരും മറന്നു പോകരുത്. ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ യാത്ര ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതം തിന്മയിൽ നിന്നും അകറ്റപ്പെടുന്നത്. തിന്മ നമ്മുടെ ജീവിതത്തെ തകർക്കാതിരിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ തിന്മയുടെ ശക്തികളെ അതിജീവിക്കുവാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കുന്നത് ഈശോ നമ്മോടൊത്ത് യാത്ര ചെയ്യുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുള്ളിടത്ത് പിശാചിന് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുകയില്ല എന്ന് തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോയുള്ള സ്ഥലത്ത് പിശാചിന് നിൽക്കാൻ പറ്റത്തില്ല. ഈശോയുള്ള വ്യക്തികളുടെ അരികിൽ പിശാചിന് നിൽക്കാൻ പറ്റത്തില്ല. ഈശോയുള്ള സ്ഥാപനങ്ങളിൽ പിശാചിന് നിൽക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പിശാചിനെയും തിന്മയെയും പ്രതിസന്ധികളെയും അകറ്റുന്നതിന് ഏറ്റവും ശക്തമായ പ്രാർത്ഥന ജപമാല പ്രാർത്ഥനയാണ്. കാരണം ഈശോയോട് ചേർന്നുള്ള പ്രാർത്ഥനയാ ജപമാല പ്രാർത്ഥന. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുപോലെ തന്നെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ രക്ഷയുടെ അനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ നിറയുന്നു. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ രക്ഷയുടെ അനുഭവത്താൽ നമ്മൾ ഓരോരുത്തരും നിറയപ്പെടുകയാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്: വിശ്വാസികൾക്ക് മുമ്പിൽ മറിയം തൻ്റെ പുത്രൻ്റെ രക്ഷാകര രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്നു. അവയുടെ ധ്യാനത്തിലൂടെ അവയുടെ രക്ഷാകര ശക്തി ഓരോരുത്തർക്കും തുറന്നു കിട്ടുന്നു. നമുക്കറിയാം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഓരോരുത്തരും ധ്യാനിക്കുന്നത്.
ഈശോയുടെ ജനനം മുതൽ മരണം വരെയും ഉത്ഥാനം വരെയുമുള്ള രഹസ്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുകയാണ്. രക്ഷാകര രഹസ്യങ്ങളുടെ ധ്യാനമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ജപമാല പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ നടത്തുക. ഈ രക്ഷാകര പ്രവർത്തനങ്ങളുടെ ധ്യാനത്തിലൂടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് രക്ഷയുടെ അനുഭവം നിറയുന്നത് എന്നാണ് ജോൺ ബോൾ മാർപ്പാപ്പ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുക. അങ്ങനെയെങ്കിൽ രക്ഷാകര രഹസ്യങ്ങളുടെ ധ്യാന പ്രാർത്ഥനയായ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ രക്ഷാകരമായ അനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ നിറയുന്നു. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ രക്ഷയുടെ അനുഭവം നിറയണോ, നമുക്ക് രക്ഷയുടെ അനുഭവം ഉണ്ടാകണോ, അങ്ങനെയെങ്കിൽ ജപമാല ചൊല്ലുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ ജപമാല പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് രക്ഷയുടെ അനുഭവം നിറയുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടവളാണ്, ഈശോയാൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടവളാണ് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് രക്ഷാകര രഹസ്യങ്ങളുടെ ധ്യാന പ്രാർത്ഥനയിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു വരികയാണ്. ഈ രക്ഷാകരമായ ഒരു നമ്മുടെ ജീവിതത്തിൽ ഇന്നുവരെ ഇല്ല എങ്കിൽ ഈ ജപമാല വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ നമ്മുടെ കരങ്ങളിലെടുക്കുവാനും നമ്മുടെ അധരത്തിൽ നിന്ന് ഈ ജപമാല പ്രാർത്ഥന ഉയരുവാനായിട്ടും ഇടയാകണം. അപ്പോൾ മാത്രമേ രക്ഷാകരമായ ഒരു അനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ നിറയുകയുള്ളൂ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഉച്ചത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ്റെ മേൽ വലിയ വിജയം നമുക്ക് ലഭിക്കും. തിന്മയ്ക്ക് മേൽ വിജയത്തിന് ഇത്രയും ശക്തമായ മറ്റൊരു പ്രാർത്ഥനയുമില്ല. അത്ര ശക്തമായ ഒരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സാത്താൻ്റെ നിരന്തരമായ പ്രലോഭനങ്ങളെ, സാത്താൻ്റെ നിരന്തരമായ ഉപദ്രവങ്ങളെ നേരിടുവാനായിട്ട് വിശുദ്ധ പാദ്രെ പിയോ ചെയ്തുകൊണ്ടിരുന്നത് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു. ഒത്തിരിയേറെ ജപമാല ചൊല്ലി പാദ്രെ പിയോ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന നിമിഷങ്ങളിൽ ഉപദ്രവിക്കുവാനായിട്ട് വന്ന പിശാച് കടന്നു പോകുന്നത് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ പ്രഘോഷകനായ ഫാദർ ജീൻ ഇദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഒരിക്കലൊരു പെൺകുട്ടിയെ കൊണ്ടുവരികയാണ്. ഈ പെൺകുട്ടിയുടെ കഴുത്തിലേക്ക് ഇദ്ദേഹം ഒരു ജപമാല ഇട്ട് കൊടുത്തപ്പോൾ ഈ പെൺകുട്ടി വേദനയാൽ പുളയുകയാണ്. ഇത് കണ്ട് ഇദ്ദേഹത്തിന് അനുകമ്പ തോന്നി പെട്ടെന്ന് തന്നെ ആ ജപമാല തിരിച്ചെടുത്തു. അന്ന് രാത്രിയിൽ ഈ ഫാദർ ജീൻ കിടന്നുറങ്ങുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അരികിലേക്ക് പിശാച് ഇദ്ദേഹത്തെ ഉപദ്രവിക്കുവാനായിട്ട് കടന്നു വരികയാണ്. പക്ഷേ ജപമാല ധരിച്ചിരുന്ന അദ്ദേഹത്തെ തൊടാനായിട്ട് പിശാചിന് സാധിച്ചില്ല. പിറ്റേ ദിവസം വീണ്ടും ഇദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഈ പെൺകുട്ടിയെ കൊണ്ടുവന്നു. കൊണ്ടുവന്ന വഴി ഇദ്ദേഹത്തെ കണ്ട ആ നിമിഷം മുതൽ ഈ പെൺകുട്ടി വളരെ പുച്ഛഭാവത്തിൽ ഇദ്ദേഹത്തെ നോക്കി ചിരിക്കാനും കളിയാക്കാനും തുടങ്ങുകയാണ്. ഉടനെ തന്നെ ഈ ഫാദർ ജീൻ ഈ ജപമാല എടുത്ത് ഈ പെൺകുട്ടിയുടെ കഴുത്തിലേക്ക് ഇട്ടുകൊടുത്തു. തുടർന്ന് അദ്ദേഹം ഇങ്ങനെയൊരു പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: യേശുവിൻ്റെയും അവിടുത്തെ പരിശുദ്ധ അമ്മയുടെയും പരിശുദ്ധ നാമത്തിൽ പരിശുദ്ധ ജപമാലയുടെ ശക്തിയാൽ ദുഷ്ടാരൂപികളെ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു, ഈ പെൺകുട്ടിയെ വിട്ടുപോവുക. ആ നിമിഷത്തിൽ തന്നെ ഈ പെൺകുട്ടിയെ പിശാച് വിട്ടുപോയി. പിശാചിൻ്റെ ഉപദ്രവം പിന്നീട് ആ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് സാക്ഷ്യം പറയുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ, ഈശോയുടെ നാമത്തിലും പരിശുദ്ധ അമ്മയുടെ നാമത്തിലും ജപമാലയുടെ ശക്തിയാലും സാത്താനെ നിന്നോട് കൽപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. ഉടനെ തന്നെ സാത്താൻ വിട്ടുപോയി. അത്രമാത്രം ശക്തമാണ് ഈ ജപമാല എന്ന് നമ്മൾ ആരും മറന്നു പോകരുത്. സ്വരമുയർത്തിപ്പറ ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. പ്രിയപ്പെട്ടവരെ, ഒരിക്കല് ഞാൻ ബാംഗ്ലൂർ RRC ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരിക്കലൊരു കുടുംബം ഒരു പെൺകുട്ടിയെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഈ പെൺകുട്ടി വീട്ടിലായിരുന്നപ്പോൾ ഒത്തിരി മോശമായ വാക്കുകൾ ഉപയോഗിച്ച് തെറി പറഞ്ഞ് കുടുംബത്തിൽ വലിയ ബഹളം ഉണ്ടാക്കുകയാണ്.
ഒത്തിരി ബഹളമുണ്ടാക്കിക്കൊണ്ടിരുന്ന അവസരത്തിൽ ഈ കുടുംബത്തിലുള്ളവർ ഈ പെൺകുട്ടിയെയും കൊണ്ട് ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വന്നു. ഈ പെൺകുട്ടിയുടെ അരികിൽ നിന്ന് പെൺകുട്ടിയുടെ തലയെ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ഈ പെൺകുട്ടി എന്നെ നോക്കി ഒരു കളിയാക്കുന്ന വിധത്തിൽ വല്ലാതെ അങ്ങോട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഞാൻ പെട്ടെന്ന് എൻ്റെ കയ്യിലിരുന്ന ജപമാല ഈ പെൺകുട്ടിയുടെ കഴുത്തിലേക്ക് ഇട്ടു. പ്രിയപ്പെട്ടവരെ, ഈ പെൺകുട്ടി പെട്ടെന്ന് തന്നെ അവിടെ വീണു. പിന്നീട് ആനാമ്പളമൊക്കെ തെളിച്ച് ബന്ധിച്ച് പ്രാർത്ഥിച്ച് പെൺകുട്ടി ശരിയായി. തുടർന്ന് ഇവരുടെ കുടുംബത്തോട് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞ ഒരു കാര്യമാണ്, ഈ പെൺകുട്ടി മൊബൈലിൽ ഈ വിവിധ സൈറ്റുകളിലൊക്കെ കയറിയിട്ട്, ഈ സാത്താൻ സൈറ്റുകളിലൊക്കെ കയറിയിട്ട് ഈശോയ്ക്കെതിരായിട്ട് ഉപയോഗിക്കുന്ന പദം ബ്ലഡി ജീസസ്, അതിന് പകരം ഈ പെൺകുട്ടി കയറിയ സൈറ്റിൽ ഉപയോഗിച്ച് ബ്ലഡി മേരി എന്നാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് ഈ പെൺകുട്ടിക്ക് പിന്നീട് വേറൊരു അവസ്ഥയിലേക്ക് എത്തി. ഈ പെൺകുട്ടിയെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അമ്മയുടെ എൻ്റെ കൗൺസിലിംഗ് റൂമിൽ ഒരു മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. ആ രൂപത്തിൻ്റെ അരികിൽ നിൽക്കാനായിട്ട് ഈ പെൺകുട്ടിക്ക് സാധിക്കുന്നില്ല. പരിശുദ്ധ അമ്മയുടെ രൂപത്തിൽ തൊടാനായിട്ട് ഈ പെൺകുട്ടിക്ക് സാധിക്കുന്നില്ല. പരിശുദ്ധ അമ്മയുടെ പിടിക്കാനായിട്ട് ഈ പെൺകുട്ടിക്ക് സാധിക്കുന്നില്ല. കാരണം പിശാചിന് അമ്മയെ പിടിക്കാനായിട്ട് പറ്റത്തില്ല. ഈ ജപമാല ഈ പെൺകുട്ടിയുടെ കഴുത്തിലേക്ക് ഇട്ടുകൊടുത്ത നിമിഷം തന്നെ ഈ പെൺകുട്ടിയിൽ നിന്ന് ഈ പിശാച് വിട്ടുമാറി ഈ പെൺകുട്ടി പിന്നെ തെറിപറിച്ചിലും മറ്റെല്ലാ അവസ്ഥകളും മാറി ഇന്ന് മിടുക്കിയായിട്ടിരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, സാത്താൻ്റെ ഉപദ്രവത്തിൽ നിന്ന് നാം ഓരോരുത്തരും വിടുതൽ പ്രാപിക്കുന്നതിന് ഏറ്റവും ശക്തമായ ഒരായുധമാണ്, ഒരു വിശുദ്ധ ആയുധമാണ് ഈ ജപമാല എന്ന് നമ്മൾ ആരും മറന്നു പോകരുത്. പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജോലിയിൽ, ബിസിനസ്സിലൊക്കെ സാത്താൻ്റെ ഉപദ്രവങ്ങളുണ്ട്, പിശാചിൻ്റെ ഉപദ്രവങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല സ്ഥലങ്ങളിലും ഓടാറുണ്ട്. എന്നാലും നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക, തിന്മയുടെ സ്വാധീനം നമ്മുടെ ഓരോരുത്തരും കുടുംബത്തിലോ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലോ നമ്മൾ പോകുന്ന വഴികളിലോ ഉണ്ട് എന്ന് സംശയിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ടായാൽ ഈ ജപമാലയുടെ ശക്തി നീ തിരിച്ചറിയണം. ഈ ജപമാല കരങ്ങളെടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. ഈ ജപമാല പ്രാർത്ഥന നിന്റെ നാവിൽ നിന്ന് ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ തന്നെ സർവ്വ തിന്മയും വിട്ടുമാറുമെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ജപമാല പ്രാർത്ഥനയുടെ ശക്തിയാൽ ഇന്ന് തിരുസഭയ്ക്കെതിരെ ഉയരുന്ന ശബ്ദങ്ങളെ നിശബ്ദരാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ സഭയ്ക്കും സഭാധികാരികൾക്കും മെത്രാന്മാർക്കും വൈദികർക്കും സഭാ പ്രവർത്തനങ്ങൾക്കും എതിരായിട്ട് എന്തുമാത്രം ശബ്ദങ്ങളാണ് സമൂഹത്തിൽ ഉയരുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് അതിനെതിരെ വലിയ ശബ്ദങ്ങളൊന്നും ഉയർത്താൻ, നമ്മുടെ ഭവനങ്ങളിലിരുന്ന് അതിനെതിരെ വലിയ ശബ്ദങ്ങളൊന്നും ഉയർത്താൻ ഒരുപക്ഷെ നമുക്കാർക്കും സാധിച്ചു എന്ന് വരികയില്ല. പക്ഷേ അതിനെതിരെ സഭയെ തകർക്കുവാനായിട്ട് ഉയർത്തപ്പെടുന്ന ശബ്ദങ്ങൾക്കെതിരെ നമുക്കൊരു ശബ്ദം ഉയർത്തുവാനായിട്ട് സാധിക്കും. ആ ശബ്ദം മറ്റൊന്നുമല്ല, നമ്മുടെ ജപമാല പ്രാർത്ഥനയുടെ ശബ്ദമാ. സ്വരമേറ്റി പറഞ്ഞേ, ആവേ മരിയ, ആവേ മരിയ. സഭയെ തകർക്കുവാനായിട്ട് ഉയരുന്ന ശബ്ദത്തിനെതിരെ നമ്മുടെ നാവിൽ നിന്നൊരു ശബ്ദം ഉയർന്നാൽ മതി. ഇവിടെ എതിരെ ഉയർത്തപ്പെടുന്ന എല്ലാ ശബ്ദങ്ങളും നിശബ്ദമായിക്കൊള്ളും. ഈ ജപമാല വിശ്വാസികൾ ഒന്ന് ചേർന്ന് ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ചരിത്രത്തിൽ കാണുന്നില്ലേ, സഭയ്ക്ക് എതിരെ എവിടെയെല്ലാം സ്വരങ്ങൾ ഉയർന്നോ, എവിടെയെല്ലാം സഭയ്ക്കെതിരെ പ്രസ്ഥാനങ്ങൾ ഉയർത്തപ്പെട്ടിട്ടുണ്ടോ, ഈ ജപമാല പ്രാർത്ഥനയുടെ ശക്തിയാൽ അവയെല്ലാം തകർക്കപ്പെട്ടിട്ടുണ്ട്. സഭ എന്ന് പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ടോ, അന്നെല്ലാം പരിശുദ്ധ പിതാക്കന്മാർ ചെയ്തത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സഭയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്ന സാത്താൻ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഇന്ന് സഭയ്ക്കെതിരെ ഉയരുന്ന, സഭാപിതാക്കന്മാർക്കെതിരെ ഉയരുന്ന ഏതൊരു ശബ്ദവും നിലയ്ക്കുവാനായിട്ട് ഒറ്റക്കാര്യം സഭാ മക്കൾ ചെയ്താൽ മതി. ഈ ജപമാല പ്രാർത്ഥന സഭയ്ക്ക് വേണ്ടി ഉയർത്തിയാൽ മതി. അതിനുവേണ്ടി നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കുന്ന ശുശ്രൂഷയാണ് ഈ ഹോളി വെപ്പൺ ശുശ്രൂഷ എന്ന് ഈ ഷെക്കീന ചാനലിലൂടെ നടത്തപ്പെടുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഓരോരുത്തർക്കും ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ, ഒരുപക്ഷെ നമുക്ക് വലിയ സമരങ്ങൾക്ക് പോകാനോ എതിർ ശബ്ദങ്ങൾ ഉയർത്താനോ ഒന്നും നമുക്ക് സാധിക്കുകയില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ജപമാല കരങ്ങളിലെടുക്കുക എന്നുള്ളതാണ്. നമ്മളാരും അത് മറന്നു പോകരുത്. തിന്മയ്ക്കെതിരെയുള്ള, സാത്താനെതിരെയുള്ള
ഏറ്റവും ശക്തമായ ആയുധമാണ് ഈ ജപമാല എന്ന് വിശ്വാസികളായ നമ്മളാരും മറന്നു പോകരുത്. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ആവേ മരിയ. വിശുദ്ധ ചാൾസ് ബൊറോമിയ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം പിശാചുകളെ കുഴപ്പിക്കുന്നു, ഒഴിപ്പിക്കുന്നു, നരകം ഭീതി കൊണ്ട് വിറയ്ക്കാൻ ഇടയാകുന്നു. പിശാചിനെ കുഴിപ്പിക്കുകയും ഒഴിപ്പിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന. ഈ പ്രാർത്ഥന കേൾക്കുന്ന ഉടൻ തന്നെ നരകം വിറകൊള്ളുന്നു എന്നാണ് അദ്ദേഹം നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ അധരങ്ങളിൽ നിന്ന് ഈ നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന ഉയർന്നാൽ സാത്താൻ്റെ സർവ്വശബ്ദങ്ങളും നിലച്ചുകൊള്ളും. നമ്മുടെ അധരത്തിൽ നിന്ന് ഈ ജപമാല പ്രാർത്ഥന ഉയരട്ടെ. 12-ാം പീയൂസ് മാർപ്പാപ്പ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: ഫിലിസ്തീനായ ഗോലിയാത്തിനെ ബാലനായ ദാവീദ് നേരിട്ടത് കവണി കൊണ്ടാണ്. ഗോലിയാത്തിനേക്കാൾ മല്ലനായ പിശാചിനെ ജപമാല കൊണ്ട് കീഴടക്കാൻ നമുക്ക് സാധിക്കും. ബാലനായ ദാവീദ് ഗോലിയാത്തിനെ കീഴടക്കിയത് ഒരു കവണ കൊണ്ടാണെങ്കിൽ, ഗോലിയാത്തിനേക്കാൾ വലിയവനും ശക്തനുമായ പിശാചിനെ കീഴടക്കാൻ ജപമാല കൊണ്ട് സാധിക്കും. സഭയ്ക്കെതിരെ എത്രമാത്രം ശക്തിയുള്ള പ്രസ്ഥാനങ്ങൾ ഉയർന്നുകൊള്ളട്ടെ, ശക്തർ ഉയർന്നുകൊള്ളട്ടെ, പക്ഷേ ഈ ജപമാല എന്ന ഒരൊറ്റ ആയുധം മതി വിശ്വാസികളായ നമ്മൾക്ക് ഈ ശബ്ദങ്ങളെല്ലാം തകരാനായിട്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് സാധിക്കും. സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ജപമാല പ്രാർത്ഥന നമ്മുടെ അധരങ്ങളിൽ നിന്ന് ഉയർന്നാൽ നമ്മുടെ സഭ തകരാതിരുന്നുകൊള്ളും. നമ്മുടെ സഭ കൂടുതൽ ശക്തിയോടെ ഉണർന്നെഴുന്നേറ്റുകൊള്ളും. പരിശുദ്ധാത്മാവ് സഭയിലൂടെ പ്രവർത്തിച്ചുകൊള്ളും. നമുക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളിലും ആനന്ദവും അഭിഷേകവും നിറയുന്നതിന് ഈ ജപമാല ചൊല്ലണം. നമ്മുടെ ജീവിതം പലവിധ കാരണങ്ങൾ കൊണ്ട് ഇന്ന് ഒത്തിരി ദുഃഖിതമായിരിക്കുകയാണ്. കൊറോണ വൈറസും മറ്റ് പലവിധ കാരണങ്ങളാൽ രോഗങ്ങൾ, തകർച്ചകൾ, ജോലി നഷ്ടപ്പെട്ട അവസ്ഥകൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥകൾ, ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ നമ്മുടെ സമൂഹത്തിൽ ഒത്തിരിയേറെ പേര് കടന്നു വരുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെയുള്ള വേദനിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ നൊമ്പരപ്പെടുന്ന ഒരവസ്ഥയുടെ നടുവിൽ, ഭയാനകമായ ഒരവസ്ഥയുടെ നടുവിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോൾ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഏത് പ്രതിസന്ധിക്ക് നടുവിൽ നാം നിന്നാലും ഒരു സന്തോഷവും ആനന്ദവും നിറഞ്ഞുകൊള്ളും. ഈ ദിവസങ്ങളിൽ അങ്ങനെ കുറേ വ്യക്തികളെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്ക് നടുവിൽ ജപമാല ചൊല്ലി ശക്തി സ്വീകരിക്കുന്നവരെ. പ്രതിസന്ധികൾ വിട്ടുമാറിയിട്ടില്ല, അതിൻ്റെ നടുവിൽ തന്നെയാണ് ജീവിക്കുക. പക്ഷേ അവരോട് കൂടെ ഒരാനന്ദം എപ്പോഴും ഉണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ കൂടെ 11 വർഷം ശുശ്രൂഷ ചെയ്ത ബാംഗ്ലൂരുള്ള ഒരു ഇമ്മാനുവൽ, വർഷങ്ങളായിട്ട് കിഡ്നി രണ്ടും നഷ്ടപ്പെട്ട ഒരു മകനാണ്. വളരെ തീക്ഷ്ണതയോടുകൂടെ ബാംഗ്ലൂർ ശുശ്രൂഷ ചെയ്യുന്ന ഈ മകൻ, പ്രിയപ്പെട്ടവരെ, ഏതാനും നാളുകൾക്ക് മുമ്പ് ഈ മകനെ ഞാൻ കാണാനായിട്ട് ഇടയായി. ഞാൻ ബാംഗ്ലൂരിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കാണാനായിട്ട് ഇടയായി. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇമ്മാനുവലിനോട് ചോദിച്ചു, ഇമ്മാനുവൽ എന്തുണ്ട് വിശേഷം? ഉടനെ ഇദ്ദേഹം പറഞ്ഞു, സന്തോഷകരമായൊരു വാർത്തയുണ്ട് അച്ഛാ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ മകൻ പറയുക, ഭാര്യയ്ക്ക് ക്യാൻസറാണ്. 2 കിഡ്നിയും നഷ്ടപ്പെട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മകൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസറും കൂടിയാണ്. ഈ മകൻ്റെ വീട്ടിലേക്ക് ഞാൻ കടന്നു ചെന്നു. വീട്ടിൽ കടന്ന് ഒത്തിരി വിഷമത്തോടെ കടന്നു. ഇവരെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും? പക്ഷേ ആ വീട്ടിൽ ചെന്നപ്പോൾ കണ്ട ഒരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി. ആനന്ദം നിറഞ്ഞു നിൽക്കുന്ന അതിൻ്റെ കാരണം ഈ ജപമാല പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ശുശ്രൂഷയിൽ വചനപ്രഘോഷണം ഞാനിവിടെ നിർത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും, ഏത് നൊമ്പരത്തിലൂടെ കടന്നുപോയാലും, ഏത് ഇല്ലായ്മകളിലൂടെ കടന്നുപോയാലും തിരിച്ചറിയുക, ജപമാല നിൻ്റെ കരങ്ങളിലുണ്ടെങ്കിൽ, നിൻ്റെ നാവിൽ ജപമാല പ്രാർത്ഥനയുണ്ടെങ്കിൽ ആനന്ദം നിൻ്റെ ഉള്ളിൽ നിറഞ്ഞുകൊള്ളും. ശക്തമായ ഒരായുധമാണ് ഈ ജപമാല പ്രാർത്ഥന. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ 31 ദിവസങ്ങൾ ഈ ഹോളി വെപ്പൺ ശുശ്രൂഷ ഈ ഷെക്കിന ചാനലിലൂടെ നടത്തപ്പെടുമ്പോൾ നമുക്ക് ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. നിങ്ങൾ ഈ 31 ദിവസവും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ മറന്നു പോകരുത്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തി
ഈ ശുശ്രൂഷയിൽ എല്ലാ മക്കളും ഈ 1.5 മണിക്കൂർ സമയം പങ്കെടുത്ത് അഭിഷേകം സ്വീകരിക്കണം. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭയോട് ചേർന്ന് നിൽക്കണം. ഈ ശുശ്രൂഷ നടത്തുന്ന ഈ ചാനലിൻ്റെയും സന്തോഷ് ബ്രദറിനെയും ടീമംഗങ്ങളെയും എല്ലാം അഭിനന്ദിക്കുകയാണ്. അവർക്ക് വേണ്ടി നമുക്ക് ഒത്തിരി പ്രാർത്ഥിക്കാം. നമുക്ക് ഈ നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ആരാധനയിൽ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കരങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച് അമ്മയോട് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നു. എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ അഭിഷേകം വ്യാപരിക്കട്ടെ. ആരാധന 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 ആരാധന. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. കരങ്ങളടിച്ച് ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹ ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. എല്ലാവരും ചേർന്ന് ദേഹം ദേഹ ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. കരങ്ങൾ ഉയർത്തിയടിച്ച് പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ നല്ലവൻ. ചേർന്ന് പാടുന്നു. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ നല്ലവൻ. കരങ്ങൾ താഴ്ത്തിയടിച്ച് കരങ്ങൾ താഴ്ത്തിയടിച്ച് വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. ഒറ്റ വിളി യേശുവേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കളിലേക്കും എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യ ഈശോയെ നോക്കിക്കേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന 31 ദിവസങ്ങൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്ന ദിവസങ്ങൾ, നമ്മുടെ ഓരോരുത്തരെയും വ്യക്തിപരമായ നിയോഗങ്ങൾ അമ്മ വഴി ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിക്കപ്പെടുന്ന നിമിഷങ്ങൾ, ദിവസങ്ങൾ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളെയും അമ്മ വഴി ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിച്ച് സഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ മുഴുവനും നമുക്ക് സമർപ്പിക്കാം. സഭാപിതാക്കന്മാരെ സമർപ്പിക്കാം. സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള, കൃപ ലോകത്തിലേക്ക് ഒഴുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ഈശോയെ ലോകത്തിന് കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെ സമർപ്പിക്കാം. സഭയുടെ ശക്തി ജപമാലയാണ്. ആ ജപമാല നമ്മുടെ കരങ്ങളിൽ എടുക്കാം. നമ്മുടെ അധരങ്ങളിൽ ജപമാല പ്രാർത്ഥന ഉയരട്ടെ. പ്രത്യേകിച്ച് നമുക്ക് സഭയ്ക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, തിരുസഭയെ, സഭയുടെ നിയോഗങ്ങളെ, സഭ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെ ഈശോയുടെ മുൻപിൽ ഇപ്പോൾ സമർപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥത അപേക്ഷിച്ച് നമുക്ക് പാടാം. ശക്തനായ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യാൻ സർവശക്തിയോടെ അമ്മേ മാതാവേ, എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. അമ്മേ മാതാവേ, തിരുസഭയ്ക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. ഈശോയെ, ദേവാലയത്തിൽ കാഴ്ചവെച്ച പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ കാഴ്ചയായി സമർപ്പിക്കട്ടെ. നമ്മുടെ നിയോഗങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും ഇപ്പോൾ അമ്മ ഏറ്റെടുത്ത് ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കട്ടെ.
ഇപ്പോൾ നിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏത് വേദനയാണോ ഉള്ളത്, ഏത് ദുഃഖമാണോ ഉള്ളത്, ഏത് പീഡയാണോ നിൻ്റെ ജീവിതത്തിലുള്ളത്, അത് മുഴുവനും സമർപ്പിച്ചേ. ലോകം മുഴുവനെയും സമർപ്പിച്ചേ. പ്രത്യേകിച്ച് കൊറോണ വൈറസ്, ആ ദുരന്തം, അതിന് ദുരന്ത ഫലങ്ങൾ അനുഭവിക്കുന്നവർ, അതിൻ്റെ വേദന അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചേ. അമ്മേ, ഈശോയുടെ മുമ്പിലേക്ക് എന്നെയും കാഴ്ചയായി സമർപ്പിക്കണമേ. ദാസിയുടെ താഴ്മ തൃക്കൺ പാർത്ത ഉന്നതൻ, ദാസരെ ഉയർത്ത അണയും നീതാ. എന്തൊരാനന്ദം, എന്തൊരാനന്ദം, അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. നമ്മുടെ രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. നമ്മുടെ രണ്ട് കരങ്ങൾ നന്നായിട്ട്, എല്ലാവരും കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ്. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങൾ തിരുസഭയ്ക്കെതിരെ ഉയരുന്ന തിന്മയുടെ ശക്തികൾ തകരണം. സഭാപിതാക്കന്മാർക്കെതിരെ ഉയരുന്ന ശബ്ദങ്ങൾ തകരണം, പ്രസ്ഥാനങ്ങൾ തകരണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന് നേരെ, നമ്മുടെ കുടുംബത്തിന് നേരെ ഉയരുന്ന എല്ലാ തിന്മയുടെ ശക്തികളും തകർക്കപ്പെടുന്നതിന് വേണ്ടി, വിട്ടുമാറുന്നതിന് വേണ്ടി അമ്മയോട് ചേർന്ന് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. അമ്മയോട് ചേർന്ന് വിളിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാണ് ഇപ്പോൾ കൽപ്പിക്കുന്നു. തിരുസഭയ്ക്കെതിരെ ഉയരുന്ന എല്ലാ തിന്മയുടെ ശക്തികളും അന്ധകാരത്തിന്റെ തകരട്ടെ എന്ന് കൽപ്പിക്കുന്നു. സഭയ്ക്കെതിരെ ഉയരുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും തകരട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഈശോയുടെ തിരുരക്തം പ്രാർത്ഥിക്കുന്നു. ഉച്ചത്തിൽ വിളിച്ച ഈശോയെ, ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോ, ഈശോയെ, കർത്താവേ, നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന്, ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന് എല്ലാ തരത്തിലുള്ള തിന്മയുടെ ശക്തികളും പൈശാചിക അരൂപികളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. രോഗശക്തികൾ വിട്ടുമാറട്ടെ, എല്ലാ തടസ്സങ്ങളും വിട്ടുമാറട്ടെ, കുടുംബങ്ങളിലുള്ള എല്ലാ അസ്വസ്ഥതകളും വിട്ടുമാറട്ടെ, എല്ലാ കൃപകളും ഇവരുടെ ജീവിതങ്ങളിലേക്ക് നിറയട്ടെ. ശക്തിയോടെ ചേർന്ന് വിളിച്ച ഈശോയെ, കരങ്ങളടിക്കാം, കരങ്ങളടിക്കാം, ശക്തിയോടെ കരങ്ങളടിക്കാം. തിന്മ തകരട്ടെ. സഭയ്ക്കെതിരെ വരുന്ന, നമ്മുടെ ജീവിതങ്ങൾക്ക് നേരെ വരുന്ന എല്ലാ അന്ധകാരത്തിന്റെ കെട്ടുകളും തകരട്ടെ. ഹല്ലേലൂയ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുനാമത്തിൽ, യേശു രക്തത്താൽ, യേശുനാമത്തിൽ, യേശു രക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ. യേശുനാമത്തിൽ അടിമച്ചങ്ങല അഴിയട്ടെ. യേശുനാമത്തിൽ പാപച്ചങ്ങല പൊട്ടട്ടെ. യേശുനാമത്തിൽ പാപച്ചങ്ങല പൊട്ടട്ടെ. യേശുനാമത്തിൽ, യേശുനാമത്തിൽ, യേശു രക്തത്താൽ, യേശുനാമത്തിൽ, യേശു രക്തത്താൽ, യേശുനാമത്തിൽ, യേശു രക്തത്താൽ, യേശുനാമത്തിൽ, യേശു രക്തത്താൽ. യേശുവേ, എല്ലാ തടസ്സങ്ങളും വിട്ടുമാറട്ടെ, രോഗങ്ങൾ വിട്ടുമാറട്ടെ, തകർച്ചകൾ വിട്ടുമാറട്ടെ, എല്ലാ വിധത്തിലുള്ള പീഡകളും വിട്ടുമാറട്ടെ, നിരാശ വിട്ടുമാറട്ടെ, പ്രാർത്ഥനയില്ലായ്മ വിട്ടുമാറട്ടെ, അശുദ്ധി വിട്ടുമാറട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുനാമത്തിൽ, യേശു രക്തത്താൽ, യേശുനാമത്തിൽ, യേശു രക്തത്താൽ, യേശുനാമത്തിൽ, യേശു രക്തത്താൽ. ഈശോയെ, ഒരു നിമിഷം നമ്മുടെ കരങ്ങളെന്ന് കൂപ്പിപ്പിടിച്ചേ. ഷെക്കേന ടിവിക്ക് വേണ്ടി, ഈ ചാനലിലൂടെ നടത്തപ്പെടുന്ന എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി, ഇതിന് നേതൃത്വം വഹിക്കുന്ന സന്തോഷപ്രദന് വേണ്ടി, മറ്റെല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൂടുതൽ കൃപ
ഈ ശുശ്രൂഷകളിലൂടെ ഒഴുകിയിറങ്ങുന്നതിന് വേണ്ടി ലോകം മുഴുവനും വിശുദ്ധീകരിക്കപ്പെടത്തക്ക വിധത്തിലുള്ള ശുശ്രൂഷകൾ ഈ ചാനലിലൂടെ ലോകം മുഴുവനിലേക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും മേഖലകളിൽ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരാ ജീവിച്ചിടുക ചിന്തണമേ ദിവ്യവരങ്ങൾ ആനന്ദമേ എന്തൊരാനന്ദമേ അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോ ആഹ്ലാദമേ എന്തൊരാഹ്ലാദമേ അമ്മ മേരിക്കൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോ അമ്മ മേരിക്കൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.